നമ്മളിപ്പോ എവിടെ പോകുന്നു? എന്തോ എന്തോ ലൈക്ക് ചെയ്യണം. ഇന്ന് അയാനയ്ക്കൊരു കൊലുസ് വാങ്ങാൻ പോവാണ് ഗൈസ്. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്. അപ്പോൾ അതിനു മുന്നേ ഉള്ള സ്റ്റൈലൊക്കെയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയത് ആറ്റിങ്ങലുള്ള രാജകുമാരിയിലായിരുന്നേ. ഗോൾഡിനൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ സിൽവർ ഐറ്റംസ് ആയിട്ടുള്ള ഈ കൊലുസിനൊക്കെ കളക്ഷൻ ഉണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു പഴയ കൊലുസും ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് വേണം പുതിയൊരെണ്ണം വാങ്ങാൻ. അയാനാണെങ്കിൽ കൊലുസ് വാങ്ങാൻ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചിരിക്കുമായിരുന്നേ. ഒരു കൊലുസ് കാണുമ്പോൾ അത് വേണം, പിന്നെ വേറൊരെണ്ണം കാണുമ്പോൾ അത് മതി. അങ്ങനെ ആകെ കൊണ്ടൊരു കൺഫ്യൂഷൻ തന്നെ ആയിരുന്നു. പിന്നെ അവിടെയൊക്കെ വന്ന കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ കിടന്ന് ഓടലും അവരോടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇതൊരു ചെറിയ കിളിക്കാമ്പെട്ടിയാണ്, എന്തേലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ നോക്കി നോക്കി ലാസ്റ്റ് ഒരെണ്ണം ഫിക്സ് ചെയ്തു. വലിയ കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ടായിരുന്നേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൊലുസാണ് ഞങ്ങൾ എടുത്തത്. ഒരുപാട് കിലുക്കുള്ളതൊന്നും വാങ്ങാൻ നിന്നില്ല, കാര്യം ഇനി സ്കൂളിലൊക്കെ പോവല്ലേ. പിന്നെ അവിടെ നിന്നൊരു ബലൂണും കിട്ടി. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൾ. പിന്നെ അതും കൊണ്ട് തേരാ പാരാ ഓട്ടം തന്നെ ആയിരുന്നേ. പണ്ടൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കൊലുസൊക്കെ വാങ്ങാൻ പോയാൽ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മയാണ് കൊലുസൊക്കെ ഇട്ട് തരുന്നത്. അങ്ങനെ സാധനമൊക്കെ മേടിച്ച് ഇറങ്ങാറായപ്പോൾ അവർ ചോദിച്ചു കൊലുസ് ഇവിടെ നിന്നാണോ ഇട്ടിട്ട് പോകുന്നതെന്ന്. പിന്നെ ഞങ്ങളും വേണ്ടാന്ന് പറഞ്ഞില്ല, അവിടെ നിന്ന് തന്നെ ഇട്ടിട്ട് പോകാമെന്ന് കരുതി. ഇതിനിടയ്ക്ക് അയാനയോട് എന്തൊക്കെയോ ചോദിക്കുന്ന കേട്ടു. അയാനയാണെങ്കിൽ എന്തൊക്കെയോ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഇങ്ങനെ ജിൽ ജില്ലെന്ന് പറഞ്ഞു നിൽക്കും ആരെന്ത് ചോദിച്ചാലും. മെയിനായിട്ട് അയാന ഇത്രയും നാളായിട്ട് കേൾക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പല്ലെവിടെ പോയി എന്നുള്ളത്. അത് ഞങ്ങളും കേട്ട് കേട്ട് മടുത്തു. പക്ഷേ അവൾക്ക് എന്തേലുമൊക്കെ മറുപടി ഉണ്ടാവും. പണയം വെച്ചേക്കുക, അച്ഛൻ കൊണ്ടുപോയി, അങ്ങനെയൊക്കെ. അങ്ങനെ അവൾക്കൊത്തിരി ഇഷ്ടമായേ കൊലുസ്. അപ്പോൾ അതിൻ്റെ സന്തോഷം മുഖത്ത് നല്ല രീതിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഗോൾഡൊക്കെ എപ്പോഴെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ആറ്റിങ്ങൽ രാജകുമാരി തന്നെയാണ് പോകാറുള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് അയാനയ്ക്ക് കൊലുസ് എടുക്കാനും ഇവിടെ തന്നെ പോയത്. വലിയ കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളും ഹാപ്പി, അവരും ഹാപ്പി. അയാനാണെങ്കിൽ ഒത്തിരി ഹാപ്പി. അത് ഈ ചാട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കൊലുസൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ആറ്റിങ്ങലുള്ള ഈ ഒരു ഷോപ്പിലാണ്, മധുസ് പാൻ ഷോപ്പ്. പണ്ട് ഇവിടുത്തെ ഒരു വ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല റീച്ച് പോയി. ഇവിടുത്തെ ഫലൂഡയും ചോക്ലേറ്റ് ഷേക്കും ഫ്രൂട്ട് സർബത്തിനെ കുറിച്ചൊന്നും ആർക്കും വലിയ അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ബോർഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വെച്ചിട്ടുമില്ല. ഇവിടെ നിന്ന് കഴിച്ചവരാണെങ്കിൽ വീണ്ടും വന്ന് കഴിക്കുകയും ചെയ്യും. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവിടെ പോയി ഞാൻ വീഡിയോ എടുത്തത്. അന്ന് ആ വീഡിയോ നല്ല രീതിക്ക് റീച്ച് പോവുകയും ചെയ്തു. ഒരുപാട് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഈ ആൻറ്റിയുടെ കടയിൽ ചെന്നപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു ഒത്തിരി പേര് ഇത് അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയേ. നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊന്നും മറക്കാനേ പറ്റാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. പിന്നെ ഞാനങ്ങ് വ്ളോഗൊക്കെ നിർത്തി. ഏകദേശം 1.5 വർഷമാവും ഈ ഒരു ഷോപ്പിലോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ ആൻറ്റിക്ക് എന്നെ മനസ്സിലാവോ ഇല്ലേന്നായിരുന്നു എൻ്റെ സംശയം. പക്ഷേ ചെന്നപ്പോൾ തന്നെ ആൻറ്റിക്ക് എന്നെ മനസ്സിലായി കേട്ടോ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കയറി കാണണേ. അങ്ങനെ കുറേ നേരം അവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ചാത്തമ്പറ ഇപ്പോൾ പുതിയൊരു ഷോപ്പുണ്ട്, ഹബീബീസ്. അവിടെ നല്ല മൊമോസ് കിട്ടും. ഞങ്ങൾ മുന്നേ കയറി കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അയാന പറഞ്ഞു അമ്മ എനിക്ക് മൊമോസ് കഴിക്കണം എന്ന്. അവിടുത്തെ അഫ്ഗാനി മൊമോസ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അങ്ങനെ അതെന്തായാലും അവിടെ വെച്ച് കഴിക്കണ്ട, വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് കരുതി വാങ്ങിക്കൊണ്ടു പോകുന്നു. അവരുടെ നൂഡിൽസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അതും വലിയ കുഴപ്പമില്ലാത്തൊരു ഐറ്റം തന്നെ ആയിരുന്നേ. പക്ഷേ എനിക്ക് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്, അഫ്ഗാനി മൊമോസ്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുക്കളയിൽ അമ്മ ചൂര അച്ചാറിട്ട് വെച്ചേക്കുന്നത് കണ്ടത്. പിന്നെ പോയി അതിൽ നിന്നും ഒരു പീസ് എടുത്ത് കഴിച്ചു. എരിയൊക്കെ ആയിട്ട് നല്ല കിഡിലൻ സാധനം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് 2 പീസ് കൂടി എടുത്ത് കഴിച്ചു. എന്തായാലും അടിപൊളിയായിട്ടുണ്ടേ. അങ്ങനെ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ബൈ ഫ്രം ട്രൂലി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കണ്ട.